ഓരോ മുന്നണിയും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഫൈമി കാമുകന്മാരായിട്ടുള്ള ആളുകൾ ചിലർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, ചിലർ പറയും ഞങ്ങൾ മത്സരിക്കാനില്ല എന്ന് പറയുമ്പോഴും അവർക്ക് അനുകൂലമായൊരു ഗവൺമെൻറ് വന്നാൽ എവിടെയൊക്കെ പൊസിഷൻ എടുക്കാൻ പറ്റും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ പറയും ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ ഇപ്പോൾ എനിക്ക് പക്ഷേ മറ്റേത് പാർട്ടി ചുമതല ഏൽപ്പിച്ചാലും ഞാൻ സുഖമായി ചെയ്യും എന്ന് പറയുന്ന സമയത്ത് തന്നെ ചില പോസ്റ്റുകൾ നോക്കി വയ്ക്കുകയും ആ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ വരുന്ന പോസ്റ്റുകൾ, പ്ലാനിംഗ് ബോർഡ്, അങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജി അങ്ങനത്തെ പോസ്റ്റുകളാണെങ്കിൽ വി ഡി സതീശനെ ചുറ്റിപ്പറ്റി വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ നിന്ന് വി ഡി സതീശൻ്റെ മണ്ഡലത്തിൽ പോയി വേണമെന്ന് മത്സരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടത്തി വി ഡി സതീശന് വേണമെങ്കിൽ കുറച്ച് സംഭാവനയൊക്കെല്ലാം കൊടുത്ത് അങ്ങനെ വി ഡി സതീശനെ സൂചിപ്പിക്കും. രമേശ് ചെന്നിത്തല മന്ത്രിയാവും എന്നുള്ളതാണെങ്കിൽ ഇങ്ങനെ ആരാണോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. അത് ഡയറക്ടർമാരാവുന്നവർ അങ്ങനെ പല പല രീതികളിൽ പോവും. അത് അല്ലാതെ പിന്നെ പത്രത്തിൽ പരസ്യം കണ്ട് ഇൻ്റർവ്യൂവിലൂടെ പോകുന്നവരല്ലല്ലോ ഭൂരിപക്ഷം. കുറച്ച് പേർ അങ്ങനെയുണ്ട്. പിന്നെ കുറച്ച് പേർ ഡെപ്യൂട്ടേഷനിലേക്ക് പോകും. ഇതല്ലാതെ വരുന്ന കുറേ പേര് കുറേ അധികം രാഷ്ട്രീയ പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് നടക്കുന്ന സ്ഥലത്തെല്ലാം ഇങ്ങനെ ചില മുൻകൂട്ടി എറിഞ്ഞു വയ്ക്കും. അങ്ങനെ ഒരു എറി ഇപ്പോൾ ഇന്നലെ എറിഞ്ഞിട്ടുണ്ട് ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം പറഞ്ഞു, ഫേസ്ബുക്കിലൂടെയാണ് എറിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഞാനിനി മത്സരിക്കാനില്ല, ചെറുപ്പക്കാർ മത്സരിക്കട്ടെ, ഞാൻ ഏജ് ഓവറായി നിൽക്കുന്ന ഒരാളാണ്, ഞാനിനി മത്സരിക്കാനില്ല. 70 അടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കെ ജെ ഉമർ IAS അവരുടെ KM ഹസൻ്റെയൊക്കെ ബാച്ചിൽ പഠിച്ചിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 70 അടുക്കും. അത് 70 കഴിഞ്ഞോ എന്നറിയത്തില്ല. എന്തായാലും ഞാനിനി മത്സരത്തിനില്ല, ചെറുപ്പക്കാർ മത്സരിക്കട്ടെ, വൃത്തസാധനമാക്കരുത് UDFൻ്റെ മത്സര വേദി എന്ന് അദ്ദേഹം വളരെ പച്ചയ്ക്ക് പറഞ്ഞു. താനില്ല എന്ന് മാത്രമല്ല, വൃത്തന്മാരെ സൂക്ഷിക്കുക, നിങ്ങൾ മത്സരിക്കരുത് എന്നുകൂടി ഒരു കാര്യം പറയും. അതേസമയം തന്നെ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു, എനിക്ക് പാർട്ടി എന്നെ ഏതെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്യും. പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാനാകാൻ സാധ്യതയില്ല. കാര്യം ജിജി തോംസനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ഇടിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്ലാനിംഗ് ബോർഡ് ചെയർമാനാവാൻ സാധ്യതയില്ല. ചീഫ് സെക്രട്ടറിയാണ് ജിജി തോംസൺ. നേരത്തെ KM ചന്ദ്രശേഖരൻ ഇതുപോലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. KM ചന്ദ്രശേഖരൻ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനായിരുന്നു. ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാനാവാൻ ജിജി തോംസൺ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പ്ലാനിംഗ് ബോർഡ് മെമ്പറാവാൻ ചിലപ്പോൾ ചെറിയാൻ ഫിലിപ്പിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നവകേരളം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. നേരത്തെ അതിൻ്റെ കോർഡിനേറ്ററൊക്കെ ആയിരുന്നു. ആ പോസ്റ്റ് ചിലപ്പോൾ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞ് പൊക്കി അതിനകത്തേക്ക് വരാം. KTDCയുടെ ചെയർമാനായിരുന്നു, LDFൻ്റെ കൂടെ ഇരുന്നപ്പോൾ. ഇപ്പോൾ നവകേരളം കുറച്ചുകൂടി ചെയർമാൻ എന്നൊക്കെ പറഞ്ഞ് ആ പോസ്റ്റൊക്കെ ഉയർത്തി ചിലപ്പോൾ നവകേരളത്തിൻ്റെ ചെയർമാനാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡ് അംഗം, അത് പറ്റിയൊരു പോസ്റ്റാണ്. ചെറിയാൻ ഫിലിപ്പിന് കുറച്ച് ആസൂത്രണവും എഴുത്തും വായനയൊക്കെയുള്ള ഒരാളാണല്ലോ. അപ്പോൾ പ്ലാനിംഗ് ബോർഡ് അംഗമാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷൻ്റെ MD സ്ഥാനം, അല്ലെങ്കിൽ ED സ്ഥാനം, ചെയർമാൻ സ്ഥാനം. എന്തായാലും ചെറിയാൻ ഫിലിപ്പിനെ പോലെയുള്ള ആളുകളൊക്കെ തിരുവനന്തപുരത്ത് KPCCയുമായി ബന്ധപ്പെടുത്തി അവരവരുടെ ഷെൽഫുകൾ അവരവർ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ കീ ഇട്ടിരിക്കുന്നത് ചെറിയാൻ ഫിലിപ്പാണ്. ഇതിനെ തുടർന്ന് ഇനിയിപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചെയർമാൻ, പിന്നെ വൈസ് പ്രസിഡന്റ്, അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാർ, കോർപ്പറേഷൻ്റെ ചെയർമാൻമാർ, MDമാർ, ക്ഷേമനിധി ബോർഡുകളുടെ ചെയർമാൻമാർ, ക്ഷേമനിധി ബോർഡുകളുടെ MDമാർ, ഇങ്ങനെ വലിയൊരു സംഘമുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാവരും ഇപ്പോൾ തന്നെ ഉടുപ്പ് ധാരാളം ആളുകൾ തിരുവനന്തപുരത്തും കേരളത്തിലാകെ ഷർട്ട് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ജുബ്ബയും ഷർട്ടുമൊക്കെ അടിച്ചിട്ടുണ്ട്. കുറേയധികം ആളുകൾ പൈസ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ തനിക്ക് വേണ്ടപ്പെട്ട നേതാവിനെ പോയി കണ്ട് അവരുടെ ഗുഡ് ബുക്കിൽ ഇപ്പോഴേ കയറി ചെറിയ പൈസയൊക്കെ കൊടുത്ത്, നല്ല അർത്ഥത്തിലാണ്, അല്ലാതെ അത് മോശമായിട്ടുള്ള കാര്യത്തിലല്ല, ഒരു സംഭാവനയൊക്കെ കൊടുത്ത് വലിയ തോതിൽ ഒരു പരിപാടിയൊക്കെ നടത്താനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ചെറിയാൻ ഫിലിപ്പ് വളരെ നല്ല നിലയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഒരു എറിഞ്ഞിരിക്കുന്നത്. ഞാൻ മത്സരിക്കുന്നില്ല, അത് കൊള്ളാം, പക്ഷേ എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട എന്തെങ്കിലും സ്ഥാനം തന്നാൽ ഞാൻ കൃത്യമായി അതെന്ത് ചെയ്യും, അത് പാലിക്കും. അതെനിക്ക് തരുന്നത് ഞാൻ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം വളരെ കൃത്യമായി നിർവഹിക്കും എന്ന് ഒരെറി കൂട്ടി അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്.